ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് എടുത്താലോ നമുക്ക്. രാവിലെ തന്നെ ഇവിടെ ദോശയായിരുന്നേ. അപ്പോൾ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കറമൂസ കറിയും വെക്കാമെന്ന് ഓർത്ത്. ദോശക്ക് കൂട്ടാനല്ല, ദോശക്ക് കൂട്ടാൻ ചമ്മന്തിയാണ്. ഉച്ചക്കേക്കാണ്. ഇവിടെ കർമൂസക്ക് ഓമയ്ക്കാന്നാണ് പറയുക കേട്ടോ. അപ്പോൾ പിന്നെ കർമൂസ കറിയും പിന്നെ കൂടെ പരിപ്പിടുന്നുണ്ട്. ഞാൻ എങ്ങോട്ടാണ് പോയത്? ഞാൻ പാത്രം എടുക്കാൻ പരിപ്പിടാൻ പാത്രം എടുക്കാൻ പോയതാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് എന്താ പറയാമെന്ന് അറിയത്തില്ല, വേറെ വേറെ പേരായിരിക്കല്ലേ. ഇവിടെ അധികം സാധനങ്ങൾക്കും വേറെ വേറെ പേരാണ്. അപ്പോൾ പരിപ്പ് കറി ചോറും പിന്നെ ഇന്ന് കൊഞ്ചം പൊരിച്ചതാണ്, കൊഞ്ചം വറുത്തത്, കൊഞ്ചം. അപ്പോൾ കറി അപ്പുറത്ത് നിന്നാവുന്നുണ്ട്, വറവിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി എണ്ണ കാണുന്നുണ്ടാവും നിങ്ങൾ കൊഞ്ചനിൽ. അത് ഞാനിതുപോലെ വറുത്ത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. മാറ്റി വെക്കുന്നതല്ല, പിന്നെ ഉപയോഗിക്കത്തില്ല. പക്ഷേ എനിക്ക് അധികം എണ്ണ ഞാൻ ഉപയോഗിക്കത്തില്ല. പക്ഷേ ഇത് അമ്മ വേവിച്ച് എണ്ണ പുരട്ടി വിട്ടതാട്ടോ കോഴിക്കോട് നിന്ന്. അതുകൊണ്ടാണ് അതിൽ നിന്ന് എണ്ണ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്ര. അല്ലാത്ത പക്ഷേ ഞാൻ അങ്ങനെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നതല്ല. എനിക്കതിൻ്റെ വില നന്നായിട്ട് അറിയാം ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ പണിയൊക്കെ ഒതുക്കി ശേഷം ലിയമോളോട് കുറച്ച് സമയം കളിച്ച് ലിയമോളെ കുളിപ്പിച്ച് കൊണ്ട് വിട്ടതാണ് അപ്പൂപ്പൻ്റെ അടുത്തോട്ട്. അതെല്ലാം കഴിഞ്ഞ് കളിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുളിച്ച് രാവിലെ തന്നെ സുന്ദരിയായിട്ടുണ്ട്. ചിരി കണ്ടോ നിങ്ങൾ? ഈ ചിരിയൊക്കെ ഇപ്പം മാറുകയെ കരയാൻ വേണ്ടി തുടങ്ങാൻ പോവാണ്. അതാണ് മുഖം മാറി വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി, ലിയമോൾ ഉറങ്ങിയിട്ടാ അതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഉറങ്ങണേ അവൾ ചെറുങ്ങനെ ഒന്ന് കരയും. ഓരോന്നിനും ഓരോ ട്യൂണാണ് കേട്ടോ. ലിയമോൾ ഉറങ്ങിയതക്കത്തിന് ഞാൻ വേഗം ഭക്ഷണം കഴിക്കാനെടുത്തേ. അങ്ങനെ ഭക്ഷണത്തിന് അറിയാലോ, കർമൂസ കറിയും കൊഞ്ചം വറുത്തതും. അപ്പോൾ ലിയമോൾ ഉറങ്ങിയതക്കത്തിന് ഞാൻ ചോറ് എന്ന കാരണം സമയം നോക്കിയില്ല. 12:30 12:30 തന്നെ ചോറുണ്ടെന്ന വേറൊന്നും കൊണ്ടല്ല. പിന്നെ അവൾ ഒരു 2-2:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ എനിക്ക് ചോറുണ്ണാൻ പറ്റില്ല. അതുകൊണ്ടാണേ. മധുരം കഴിക്കുന്നൊരു കാര്യമുണ്ടല്ലോ ഭക്ഷണം കഴിഞ്ഞാൽ, അതെനിക്ക് നിർബന്ധം. അപ്പം 2 കേക്കെടുത്ത് കഴിച്ചു വേഗം കേട്ടോ. ഇതെല്ലാ സാധനവും ഞാൻ അങ്ങോട്ട് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. വടകരയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഓരോ ഫ്ലേവറിലുള്ള കേക്കാട്ടോ. എനിക്കറിയില്ല, ഇപ്പം ഞാൻ കേക്കിന് ഭയങ്കര അഡിക്റ്റാണ്. ഇത് മാംഗോൻ്റെ ഫ്ലേവറുള്ള കേക്കാണ്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, സ്ട്രോബെറി, പിസ്ത, അതെല്ലാം മിക്സ് ആയിട്ടുള്ളത്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോക്കനട്ട് ബിസ്ക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ കോക്കനട്ട് ഉണ്ടാവും, തേങ്ങ, പിന്നെ മിക്സ്ചർ, പിന്നെന്താ ശർക്കര വരട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നതിനെ. കൂടാണ്ട് ഞാൻ കദളിപ്പഴവും കൊണ്ടുവന്നതിനോടൂ. ഇവിടെ എനിക്ക് പഴത്തിനൊക്കെ വേറെ വേറെ പേരാണ് ഇവിടെ. ഞാൻ അതിലൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പഴം തൊട്ട് കാണിക്കേണ്ട അവസ്ഥയായി. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിതു വിളിച്ചത്, വൈകിട്ട് അമ്പലത്തിലോട്ട് പോകണം, ഒരാഴ്ച കഴിഞ്ഞ് വണ്ടി ഇറക്കാമെന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വണ്ടി നന്നാക്കാൻ കൊടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്, വണ്ടി പണിത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിതു വിളിച്ചു, വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം, താക്കോലൊക്കെ പൂജിച്ച് വരാമെന്നല്ല. ഏകദേശം കുറച്ചായല്ലോ വണ്ടിയെല്ലാം എടുത്തിട്ട്. അങ്ങനെ ഞാൻ വേഗം പുറത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ലിയമോളെ ഫുഡിൻ്റെ കാര്യം കേട്ടോ നോക്കിയേ. അങ്ങനെ വേഗം ഞാൻ കുറുക്ക് കാച്ചാണ്, കണ്ണങ്കായ കുറുക്കാണ് കാച്ചുന്നത്. അപ്പോൾ അത് കാച്ചി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ അത് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ലിയമോളെ സൗണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്നൊരു തോന്നലില്ലാതില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. ലിയമോൾ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. വൈകിട്ട് ഉറങ്ങുന്നൊരു സമയമായിരുന്നു അവൾ അങ്ങ് ഉറങ്ങിപ്പോയി. അധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ പോയിരുന്നേ, ഏകദേശം ഒരു 5 മണി 5:15 പോയിരുന്നു. അങ്ങനെ താക്കോലെല്ലാം പൂജിച്ച് ഞങ്ങൾ വേഗം തന്നെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നേ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാട് വരുന്നത്. കഴിഞ്ഞ നമ്മളെ ഷോറൂമിനും ഞാൻ കാണിച്ചിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടോ എന്തോന്ന് അറിയില്ല. ഞാനിതിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കട്ടോ അടിയിൽ. അങ്ങനെ ഇത് ചന്ദനമെല്ലാം തൊട്ട് കൊടുക്കുകയാണെ വണ്ടിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ചന്ദനം തൊട്ട് തരാം കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇതിൻ്റെ വോയിസിൽ
വീഡിയോ വോയിസിലെ വണ്ടി പോകുന്ന സൗണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അലട്ടായിട്ട് കിടക്കുകയാണ്. അങ്ങനെയല്ലേ പറയാ, ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞ്. ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത്. വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ്, പക്ഷേ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഹെൽമെറ്റ് നോക്കാൻ വേണ്ടി കടയിൽ കയറിയിരുന്നേ. പക്ഷേ എല്ലാം വേഗേൻ്റെ ഹെൽമെറ്റ് ആയതുകൊണ്ട് പിന്നെ അധികം വേറെ ബ്രാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ബ്രാൻഡായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടമായില്ല, അതുകൊണ്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. മിതു ഒരു പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു ചായ ആയിരുന്നേ പറഞ്ഞത്. കഴിക്കാൻ വേണ്ടി പിന്നെ ഒരു ബൺ സാൻഡ്വിച്ചും കൂടെ പറഞ്ഞിരുന്നേ. അതെല്ലാം കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇറങ്ങിയതല്ലേന്ന് ഓർത്ത് ലിയമോക്കുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയേ. അപ്പോൾ ഇന്നേക്ക് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണേ. അടുത്ത വീഡിയോയായി നാളെ കാണാം. സോ ഞാൻ ഇന്ന് കഴിച്ചതൊന്നും ഇതിൽ ആഡ് ചെയ്തില്ല. ഇതൊരു വട്ടയേറ്റിനിടെ ആയി പോവേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബായ്.